ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ കാര്യം ഏതാണെന്ന് അറിയാവോ? സംശയം ഏതുമില്ലാതെ നമുക്ക് പറയാം, അത് പ്രതീക്ഷ തന്നെയാണ്. ഓരോ പരാജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴും ആ പരാജയങ്ങൾ നമ്മളെ കൊണ്ടിടുന്ന ഇരുട്ടിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ഒരു വെളിച്ചമായിട്ടോ അല്ലെങ്കിൽ ഒരു ശക്തിയായിട്ടോ ഒക്കെ തന്നെ നമുക്ക് കാണാം പ്രതീക്ഷയെ. പ്രതീക്ഷ തന്നെയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ശക്തി കൊടുക്കുന്നത്. അപ്പോ ഈ പ്രതീക്ഷ എങ്ങനെ ഉണ്ടാവുന്നത്? ശുഭാപ്തി വിശ്വാസം, അതുപോലെ നമ്മളിൽ തന്നെ നമുക്കുള്ള വിശ്വാസം, ഇതൊക്കെ തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെ? ഇത് രണ്ടുമില്ലെങ്കിലോ പ്രതീക്ഷ എന്ന് പറയുന്നതിന് അവിടെ ഒരു വാല്യൂ ഉണ്ടാവില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശകരമായിട്ടുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം, പ്രതീക്ഷ, സ്നേഹം, ഇവ തന്നെയാണ്. വിശ്വാസം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിനൊപ്പം പ്രതീക്ഷ കൂടി ആവുമ്പോഴോ മുന്നോട്ടുള്ള യാത്ര കുറച്ചുകൂടി എളുപ്പമായി തീരും. ഇനി ഈ വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും ഒപ്പം മൂന്നാമത്തെ ഘടകമായ സ്നേഹം കൂടി ആവുമ്പോഴോ സാധിക്കില്ല, വിജയിക്കില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ച് ഇങ്ങനെ കഠിനമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളെയും നിഷ്പ്രയാസമാക്കുന്നത് അതിലൂടെ വരുന്ന സ്നേഹം കൂടി സംയോജിക്കുമ്പോഴാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. ദൈവം ഓരോ വ്യക്തികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപാട് ഭാഗ്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ്. ആ ഭാഗ്യങ്ങൾ എന്താണ്, എന്തിനാണ് നമ്മൾ ശോഭിക്കേണ്ടത് എന്നുള്ള ഒരു ചോയ്സ് നമ്മളുടെ ഉള്ളിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഗ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക, ഒപ്പം തന്നെ അതിനെ പരിപോഷിപ്പിക്കുക, അതിനെ വളർത്തിയെടുത്ത് അതിൽ ശോഭിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഭാഗ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ വല്ലാണ്ട് വിഷമിച്ച് നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും ഒക്കെ വേസ്റ്റ് ആക്കുകയാണ് പൊതുവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. നമ്മളിൽ സ്വയം വിശ്വസിക്കുന്നതോടൊപ്പം ദൈവം നമ്മളിൽ തന്ന ഭാഗ്യങ്ങളിൽ നമ്മൾ തൃപ്തരാവുകയാണെങ്കിൽ അത് നമ്മളിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് നിറയ്ക്കുന്നതും. അത്തരത്തിലുണ്ടാകുന്ന പ്രതീക്ഷ ഇരുട്ടിൽ നിന്ന് സധൈര്യം നമുക്ക് വെളിച്ചത്തിലേക്ക് വരാനും അത് വഴികാട്ടിയാകുന്നു. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നതോടൊപ്പം സ്വന്തം ഭാഗ്യങ്ങളിൽ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരുടെ കഴിവുകൾ അംഗീകരിക്കാനും അവരുടെ കുറവുകൾ അംഗീകരിക്കുന്നതോടൊപ്പം അവരുടെ നന്മകളെ പ്രശംസിക്കാനും നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി സധൈര്യം മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കാണാം മറ്റൊരു കോണ്ടന്റുമായി മറ്റൊരു വീഡിയോയിലൂടെ.